ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സംരംഭവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു ബിസിനസ് സംരംഭമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹവുമായിട്ട് വരാറുണ്ട്. പലപ്പോഴും അവരുടെ എല്ലാം പ്രശ്നം സാമ്പത്തികമാണ്. നമുക്ക് ബിസിനസ് ചെയ്യുന്നതിന് സാമ്പത്തികം ആവശ്യമാണ്, എന്നാൽ ഒരുപാട് സാമ്പത്തികം നമുക്ക് വേണ്ടി വരുന്നില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചില ബിസിനസ്സുകളൊക്കെ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ സൈറ്റുകളിൽ നിന്നും നിങ്ങൾ ഓൺലൈൻ പർച്ചേസുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇവയുടെ ഓണർമാർ അല്ലെങ്കിൽ ഇതിൽ ബിസിനസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ അവർ എല്ലാം പർച്ചേസ് ചെയ്ത് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടല്ല, പ്രോഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടല്ല അവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം ഒന്നോ രണ്ടോ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റം, ഓരോ പ്രോഡക്റ്റിൻ്റെ ഒന്നോ രണ്ടോ ഐറ്റംസ് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ. കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് കസ്റ്റമർ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്താണ് അവർ കൂടുതൽ പർച്ചേസ് നടത്തി ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ നമുക്കും ചെയ്യാൻ സാധിക്കും. അധികം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കൂട്ടുക. ആ പ്രോഡക്റ്റ് നമ്മൾ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഐറ്റം നമ്മൾ ലിസ്റ്റ് ചെയ്തു. നമ്മുടെ കയ്യിലൊരു 5-6 പീസസ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നു. ആവശ്യക്കാർ ഓർഡർ ഇടുന്നു. ആ ഓർഡറിനനുസരിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുകയാണ്, ആമസോൺ വഴി സെല്ല് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നു, വീണ്ടും സെല്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് നഷ്ടം നേരിടുകയില്ല. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്കിവിടെ വരുമാനം ലഭിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് വർക്കുകൾ ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഓൺലൈൻ ബിസിനസ് 24 hours നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ മുന്നേ ചെയ്തു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മുതലായ സൈറ്റുകളിൽ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ബൾക്കായിട്ട് വാങ്ങിച്ച് നമുക്ക് അവരുടെ കളക്ഷൻ സെൻറ്ററുകളുണ്ടാവും. ഒരു സെൻറ്റർ വെയർഹൗസ് ഉണ്ടാവും. അവിടെ കൊണ്ടുപോയി നമുക്ക് വെക്കാൻ പറ്റും. ആ സ്ക്വയർ ഫീറ്റിന് ഇത്ര നമ്മൾ റെൻറ്റ് കൊടുത്ത് അവിടെ കൊണ്ടുപോയി നമുക്ക് വെക്കുകയാണെങ്കിൽ അതിലൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റിന് ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ നേരെ ബില്ലിങ് വന്ന് ആ വെയർഹൗസിലേക്കാണ് പോവുക. വെയർഹൗസിൽ നിന്ന് തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് പോകും. മറ്റേതാണെങ്കിൽ, അല്ലാതെ നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഓർഡർ വന്നു, ആ ഓർഡർ നമുക്ക് വന്ന് നമ്മൾ പാക്ക് ചെയ്ത് നമ്മളത് അവരിലെത്തിച്ച് അവിടുന്ന് വേണം പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ടൈം എടുക്കും. നമ്മളത് വന്ന് ബില്ല് ചെയ്യണം, പാക്ക് ചെയ്യണം, അങ്ങനെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ബൾക്കായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെ വെയർഹൗസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ഓർഡർ വന്നു, ബില്ലിങ് വന്നു, അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുക്കൽ നേരിട്ട് എത്തിക്കും. അപ്പം നമുക്കതുവഴി ലാഭമാണ്. നമുക്ക് അധികം റിസ്ക് ഇല്ല, നമുക്ക് സമയ ലാഭം, നമുക്ക് മറ്റെന്തെങ്കിലും ജോലികൾ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കാലഘട്ടത്തിൽ മാറുന്നതനുസരിച്ച്, ടെക്നോളജികൾ മാറുന്നതനുസരിച്ച് അതിനുള്ള സൗകര്യങ്ങളും മാറുന്നുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ ബിസിനസ്സുകളായിക്കോട്ടെ നമ്മൾ മാക്സിമം ഇന്നെല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മളും അതിൻ്റെ സാധ്യതകൾ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ വിൽപ്പന നടത്തി നമുക്ക് നല്ലൊരു വരുമാന മാർഗം നമുക്ക് നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചാണ്. നിങ്ങളൊന്ന് മാർക്കറ്റൊന്ന് വിലയിരുത്തുക. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അവിടെ എത്രമാത്രം കോമ്പറ്റീറ്റർമാരുണ്ട്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് റിവ്യൂ എന്താണ്, ഇതൊക്കെ ഒന്ന് നോക്കി വേണം നിങ്ങൾ പ്രോഡക്റ്റുകൾ ഓൺലൈൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. പ്രോഡക്റ്റുകളിൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിൽ ചില സമയങ്ങളിൽ ട്രെൻഡിങ് കളക്ഷൻസൊക്കെ വരും. അത് നമ്മളും ആ ടൈമിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്താൻ സാധിക്കും. ഇപ്പം നിങ്ങൾ 10 രൂപ മുടക്കി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 50-60 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ
നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യക്കാർ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡ് കൂട്ടാം. ഡിമാൻഡ് കൂട്ടി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൈസ് കൂട്ടി നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുക. അതേപോലെ കസ്റ്റമർ സർവീസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കസ്റ്റമേഴ്സ് ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വളരത്തില്ല, ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. മോശമായിട്ടുള്ള റിവ്യൂസ് നമുക്ക് വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ബിസിനസ് തന്നെ ഡൗൺ ആവും. അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. എപ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്, അതിപ്പം ശകലം എക്സ്പെൻസ് ആയെങ്കിൽ കൂടിയും നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ബിസിനസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കസ്റ്റമർ സർവീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റ് എന്ന നിലയിലായിട്ട് അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം അതുവഴി നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും അവിടെ ബിസിനസ് കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.